നീറ്റ് എക്സാം എഴുതുന്നവരാണോ? അവരുടെ കൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, കൈക്കുഞ്ഞുങ്ങളുമായി പോവാതിരിക്കുക. കേരളത്തിലെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 38-40 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഈ ഒരു താപനിലയിൽ കുഞ്ഞുങ്ങളുമായി 3 മണിക്കൂറോളം എക്സാം ഹോളിന് മുന്നിരിക്കുക എന്നത് വളരെയധികം പ്രയാസകരമായ ഒരു കാര്യമാണ്. സോ പരമാവധി ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം, എക്സാം സെന്ററിനെ കുറിച്ച് നല്ലൊരു സ്റ്റഡി തന്നെ നടത്തുക. അതായത് എക്സാം സെന്റർ എവിടെയാണ്, അടുത്ത ബസ് സ്റ്റോപ്പ്, റെയിൽവേ സ്റ്റേഷൻ ഏതാണുള്ളത്, ഹോട്ടൽ അടുത്തുണ്ടോ എന്നൊക്കെയുള്ള ധാരണ നമ്മൾ ഉണ്ടാക്കണം. മൂന്നാമത്തെ കാര്യം, ഈ ഒരു ദിവസം വായനക്കായി മാറ്റിവെക്കുക. ധാരാളം സമയം പുറത്ത് കാത്തിരിക്കേണ്ട ഒരു എക്സാമാണ് നീറ്റ് എക്സാം. നമ്മൾ ഒരുപാട് വായനാശീലമുള്ളവരായിരിക്കും. തിരക്ക് കാരണം നമുക്കത് സാധിക്കാറില്ല. ഈ ഒരു ദിവസം നമുക്ക് വായനക്കായി മാറ്റിവെക്കാം. നാലാമത്തെ കാര്യം, ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക. ചൂട് കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ നമ്മളുടെ ശരീരത്തിലെ ജലം പല രൂപത്തിൽ നഷ്ടമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക. സോ താങ്ക് യു.